ഈ 100 CR അല്ലെങ്കിൽ 100 crore ടേൺ ഓവറുള്ള ഒരു ഫേമിലോട്ട് വരുമ്പോഴത്തേനും അവർക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ മീറ്റപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അതുമായിട്ട് അവർ കമ്പയർ ചെയ്യുന്നത് SAP അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വലിയ ERP പാക്കേജുകളായിരിക്കും അവർ നോക്കുന്നത്. പക്ഷേ അത്രയും ഒരു വലിയ ERP പാക്കേജസിലോട്ട് പോകുമ്പോഴത്തേനും അവരതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാറ്റഗറി പെടുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്സിലുള്ള ആളുകൾക്ക് അവരുടെ ബിസിനസ് സ്കെയിലബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ സോഹോ ബുക്സ് അവർ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോഹോ ബുക്സിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഡെവലപ്മെൻറ്റ്സ് അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതൊരു റിക്വയർമെൻറ്റ് നോട്ടായിട്ട് നമുക്ക് എടുക്കുകയും അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫീസിബിലിറ്റി വർക്കൗട്ട് ചെയ്ത് കൊടുക്കാനും ഈസി ആയിട്ട് പറ്റുന്നതാണ്. പിന്നെ സർട്ടൻ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് മെയിൻലി ഇപ്പോൾ സോഹോ ബുക്സിനകത്ത് ഉണ്ടായിരുന്ന ഒരു ലിമിറ്റേഷൻ ആയിരുന്നു കോസ്റ്റിംഗ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ കോസ്റ്റിംഗ് മെത്തേഡിൽ അവരുടെ ഒരു റീസെൻറ്റ് അപ്ഡേറ്റിൽ അവരത് ഓവർകം ചെയ്തുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. കാരണം ആദ്യ കാലങ്ങളിൽ സോഹോ ബുക്സിൽ FIFO മെത്തേഡിലായിരുന്നു അവർ കോസ്റ്റിംഗ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിംഗിലോട്ട് സോഹോ ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളും വരുന്ന അപ്ഡേറ്റ്സിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് കവറപ്പ് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റിലോട്ടും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോഹോ ബുക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. വരും കാലങ്ങളിൽ നിന്ന് വരുന്നതും അത് തന്നെയായിരിക്കും.